ഇന്ത്യ ഒരു കൊച്ചു രാജ്യമാണ്. എന്നിട്ടും ഓരോ വർഷം കഴിയുംതോറും ബിസിനസ് മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വളർച്ച നമ്മളെ അതിശയിപ്പിക്കുന്നതാണ്. അതായത്, പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള മികച്ച അന്തരീക്ഷം രാജ്യത്തിന് ഉണ്ടെന്ന് അർത്ഥം. പക്ഷേ അതുകൊണ്ട് മാത്രം കാര്യമില്ല. നൂതന രീതിയിൽ നല്ല സ്ട്രാറ്റജികളോടെ മുന്നോട്ടു പോകാനാവുന്നതും ബിസിനസിന്റെ പുരോഗതിയെ നിർണയിക്കുന്നതിനുള്ള പ്രധാന ഘടകമാണ്. 2022 ഗവൺമെന്റ് പുറത്തിറക്കിയ എക്കോണമിക് സർവേയിലെ വിവരങ്ങളനുസരിച്ച് 2016-17 വർഷങ്ങളിൽ ഇന്ത്യയിൽ പുതുതായി ആരംഭിച്ച കമ്പനികളുടെ എണ്ണം 733 ആയിരുന്നു. എന്നാൽ 2022 ആയപ്പോഴേക്കും ഇതിൽ വലിയ മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. ഏകദേശം 14,000-ഓളം സ്റ്റാർട്ടപ്പ് കമ്പനികളാണ് ആരംഭിച്ചത്. യുഎസിനും ചൈനയ്ക്കും ശേഷം സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാനുള്ള മികച്ച അന്തരീക്ഷം ഇവിടെ വളർന്നു വരുന്നു എന്നതാണ് ഇതിന് പ്രധാന കാരണം. ഇവ കൂടാതെ പുതുതായി ബിസിനസ്സിലേക്ക് കടക്കുന്നവർക്ക് പലവിധ നേട്ടങ്ങളും സർക്കാരിൽ നിന്നും ലഭ്യമാവുന്നുണ്ട്. അത് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് താൽപ്പര്യമില്ലേ? എങ്കിൽ അത്തരം കാര്യങ്ങളെപ്പറ്റിയാണ് ഈ അധ്യായത്തിൽ വിശദീകരിക്കാൻ പോകുന്നത്. ബിസിനസ് ആരംഭിക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിയമപരമായി അത് രജിസ്റ്റർ ചെയ്യുക എന്നത്. എങ്കിൽ മാത്രമേ ലീഗലി ആ കമ്പനി നടത്തിക്കൊണ്ടു പോകാനുള്ള അവകാശം നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കൂ. ഒപ്പം കസ്റ്റമേഴ്സിന്റെ സുരക്ഷിതത്വം ഉറപ്പാക്കാനും ഇത് സഹായിക്കും. ഇന്ത്യൻ ഗവൺമെന്റിന്റെ രീതി അനുസരിച്ച് വളരെ എളുപ്പത്തിൽ തന്നെ സ്റ്റാർട്ടപ്പുകൾക്ക് രജിസ്ട്രേഷൻ നടത്താം. സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഹബ് എന്ന പേരിൽ ലഭിക്കുന്ന മൊബൈൽ ആപ്പ് വഴിയോ startupindia.gov.in എന്ന വെബ്സൈറ്റ് വഴിയോ നിങ്ങളുടെ കമ്പനിയുടെ വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഒപ്പം ആവശ്യമായ ഡോക്യുമെന്റുകളും അപ്ലോഡ് ചെയ്യണം. നിമിഷ നേരത്തിനുള്ളിൽ ഏതൊരാൾക്കും അവർ തുടങ്ങാൻ തീരുമാനിച്ചിരിക്കുന്ന ബിസിനസിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഓൺലൈനായി രജിസ്റ്റർ ചെയ്യാം. ഒട്ടും സമയമെടുക്കാതെ വളരെ ഈസിയായി രജിസ്ട്രേഷൻ പ്രോസസ് നടത്താൻ സാധിക്കുന്നു എന്നതാണ് രജിസ്ട്രേഷന് പുറമെ ബിസിനസ് നടത്തുന്ന വ്യക്തിക്ക് ആവശ്യമായ പേറ്റന്റ് ഫെസിലിറ്റേറ്റർമാരുടെയും ട്രേഡ് മാർക്കുകളുടെയും വിവരങ്ങളടങ്ങിയ പട്ടികയും സർക്കാർ നൽകുന്നുണ്ട്. വളരെ കുറഞ്ഞ ഫീസിൽ പേറ്റന്റുകളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നതോടൊപ്പം ഉയർന്ന നിലവാരത്തോടെയുള്ള ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് അഥവാ ഭൗതിക സ്വത്തവകാശങ്ങൾക്കുള്ള സേവനങ്ങളും ലഭ്യമാക്കുന്നു. സംരംഭകൻ നൽകാനുള്ള ഫെസിലിറ്റേറ്റർ ഫീസ് വഹിക്കുന്നത് സർക്കാർ തന്നെയാണ്. പകരം ഒരു ഓൺട്രപ്രനർ എന്ന രീതിയിൽ ആവശ്യമായ സ്റ്റാറ്റ്യൂട്ടറി ഫീസ് മാത്രം നിങ്ങൾ നൽകിയാൽ മതിയാകും. ഒപ്പം പേറ്റന്റുകൾ ഫയൽ ചെയ്യുന്നതിനായി 80% കിഴിവും ലഭിക്കുന്നു. ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാനായി ഏറ്റവുമധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ക്യാപിറ്റൽ ഫണ്ടിന്റെ പേരിലായിരിക്കും, അല്ലേ? എന്നാൽ ഇതിനുമുള്ള പരിഹാരം സർക്കാർ തന്നെ നൽകുന്നുണ്ട്. സ്റ്റാർട്ടപ്പ് ഇന്ത്യ പ്രോഗ്രാം അനുസരിച്ച് സ്റ്റാർട്ടപ്പുകൾക്ക് വെഞ്ചർ ക്യാപിറ്റൽ നൽകാനായി 10,000 കോടി രൂപയുടെ ഫണ്ടാണ് ഗവൺമെന്റ് രൂപീകരിച്ചിട്ടുള്ളത്. ഇവ കൂടാതെ ഇതിനാവശ്യമായ വായ്പ നൽകുന്നതിന് ബാങ്കുകളെയും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളെയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. ഒപ്പം ഇത്തരം സ്ഥാപനങ്ങൾക്കായി ഗ്യാരണ്ടിയും നൽകുന്നു. ഏത് കമ്പനിയായാലും ഗവൺമെന്റിന് കീഴിൽ രജിസ്റ്റർ ചെയ്താൽ ഓരോ ഫൈനാൻഷ്യൽ ഇയറിലും നികുതി അടയ്ക്കാൻ ബാധ്യസ്ഥരാണ്. സ്റ്റാർട്ടപ്പുകൾക്കും ഇത്തരം നിയമങ്ങൾ ബാധകമാണ്. എന്നാൽ ഇന്റർ മിനിസ്ട്രിയൽ ബോർഡ് സർട്ടിഫിക്കറ്റ് നേടുകയാണെങ്കിൽ 3 വർഷക്കാലത്തേക്ക് ആദായ നികുതിയിൽ നിന്നും ഒഴിവാക്കപ്പെടും. ഇവ കൂടാതെ ലഭ്യമാകുന്ന മറ്റൊരു പ്രധാന നേട്ടം ടെൻഡറുകൾ സംബന്ധിച്ചാണ്. സ്റ്റാർട്ടപ്പുകൾക്ക് ഗവൺമെന്റ് ടെൻഡറിനായി അപ്ലൈ ചെയ്യാൻ സാധിക്കും. മറ്റ് നോർമൽ കമ്പനികളെ പോലെ പ്രയർ എക്സ്പീരിയൻസിനെയോ ടേൺ ഓവറിനെയോ അടിസ്ഥാനമാക്കിയുള്ള നിബന്ധനകൾ ആവശ്യമില്ല. ഇതിനെല്ലാം പുറമെ R&D സെക്ടറുകളിലുള്ള സ്റ്റാർട്ടപ്പുകൾക്ക് സർക്കാരിന്റെ കീഴിൽ പുതുതായി 7 റിസർച്ച് സെന്ററുകളും സ്ഥാപിച്ചിട്ടുണ്ട്. ഇവയെല്ലാം തന്നെ സ്റ്റാർട്ടപ്പുകൾക്ക് മാത്രമായി ഗവൺമെന്റിൽ നിന്നും ലഭിക്കുന്ന പ്രിവിലേജസ് ആണ്. ഏതെങ്കിലും തരത്തിലുള്ള രേഖകൾ ശരിയാക്കേണ്ടി വന്നാൽ ഒട്ടനവധി ഗവൺമെന്റ് ഓഫീസുകൾ കയറിയിറങ്ങേണ്ടി വരും.
പലപ്പോഴും ഇതുപോലുള്ള നിയമക്കുരുക്കുകൾ നിങ്ങൾക്ക് തലവേദനയാവാറുണ്ട് അല്ലേ? എന്നാൽ പുതിയ സംരംഭങ്ങളുടെ കാര്യത്തിൽ ഇത്രയധികം ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരില്ല. പകരം നിയമങ്ങളെല്ലാം പാലിക്കപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ സ്റ്റാർട്ടപ്പിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗപ്പെടുത്താം. അതുവഴി കാര്യങ്ങളെല്ലാം കുറച്ചുകൂടെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ കഴിയും. ഗവൺമെന്റിൽ നിന്നും ലഭിക്കുന്ന എല്ലാ നേട്ടങ്ങളും പുതുതായി ബിസിനസ്സിലേക്ക് കടക്കുന്നവരെ ലക്ഷ്യം വെച്ചുള്ളതാണ്. മുൻപ് 10,000 കോടിയുടെ വെഞ്ചർ ഫണ്ടിനെ പറ്റി സൂചിപ്പിച്ചത് നിങ്ങൾ ഓർക്കുന്നില്ലേ? ഈ മാർഗം ഉപയോഗപ്പെടുത്തുന്ന വ്യക്തികൾക്ക് ക്യാപിറ്റൽ ഗെയിനിന്റെ കാര്യത്തിൽ പലതരം ഇളവുകളും ലഭിക്കുന്നുണ്ട്. ഒപ്പം നല്ല ഇൻവെസ്റ്റേഴ്സിനെ ആകർഷിക്കാനും സാധിക്കും. ഇവ കൂടാതെ വെഞ്ചർ ക്യാപിറ്റലുകളെ അടിസ്ഥാനമാക്കി നിക്ഷേപകരെ തിരഞ്ഞെടുക്കാനുള്ള അവസരവും ലഭിക്കുന്നു. ഇനി അഥവാ നിങ്ങളുടെ സ്റ്റാർട്ടപ്പ് നഷ്ടത്തിലായാലും ഒന്നുകൊണ്ടും പേടിക്കണ്ട. രജിസ്ട്രേഷൻ ചെയ്ത തീയതി തൊട്ട് 90 ദിവസമാകുന്നതിനിടയിൽ എപ്പോൾ വേണമെങ്കിലും മാർക്കറ്റിൽ നിന്നും എക്സിറ്റ് ചെയ്യാം. പുതിയ പങ്കാളികളുമായി ഇടപെടുന്നത് വഴിയാണ് ഓരോ സ്റ്റാർട്ടപ്പുകൾക്കും വളർച്ചയുണ്ടാകുന്നത്. ഇതിനായി ഗവൺമെന്റ് ലീഡർഷിപ്പിൽ പ്രതിവർഷം 2 സ്റ്റാർട്ടപ്പ് ഫെസ്റ്റുകൾ നടത്തുന്നതും പുതിയ സംരംഭകർക്ക് ഗുണകരമാണ്. ഇതിലൂടെ മികച്ച അവസരങ്ങൾ ലഭിക്കാനും കമ്പനി നെറ്റ്വർക്ക് വളർത്തിയെടുക്കാനും കഴിയും. ബിസിനസ്സിലൂടെ ഒരു വ്യക്തിക്കുണ്ടാവുന്ന നേട്ടങ്ങളെപ്പറ്റി ഇതിനോടകം തന്നെ മനസ്സിലാക്കി കഴിഞ്ഞു. പക്ഷേ അതുകൂടാതെ സർക്കാരിൽ നിന്നും ചില പ്രിവിലേജസും ലഭിക്കുന്നുണ്ട് എന്ന കാര്യത്തിനും ഇപ്പോൾ ഉത്തരം ലഭിച്ചു കാണും അല്ലേ? ഇനി ഇവ കൃത്യമായി ഉപയോഗപ്പെടുത്തേണ്ട ചുമതല നിങ്ങളുടേത് മാത്രമാണ്. അതിനായി നിങ്ങൾക്ക് സാധിക്കട്ടെ എന്നാശംസിച്ചുകൊണ്ട് ഈ അധ്യായം അവസാനിപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ നമ്മൾ എന്തിനാണ് ജോലി ചെയ്യുന്നത്? പലർക്കും പല ഉത്തരങ്ങളായിരിക്കും. കാരണം ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങൾ തമ്മിൽ വളരെയധികം വ്യത്യാസപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ചിലപ്പോൾ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് വളരെ പാഷനേറ്റായി ജോലി ചെയ്യുന്ന ഒരാളായിരിക്കാം. എന്നാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അതിന് സാധിക്കണം എന്നില്ല. അവർ തങ്ങളുടെ കുടുംബത്തിന്റെ അവസ്ഥ കാരണം വളരെ കുറഞ്ഞ ശമ്പളം ലഭിക്കുന്നതും ഇഷ്ടമില്ലാത്തതുമായ ജോലി ചെയ്യാൻ നിർബന്ധിക്കപ്പെട്ടതാവാം. എന്തായാലും ഒരു കാര്യം തീർച്ചയാണ്, ഏത് ജോലിയായാലും പ്രധാന ലക്ഷ്യം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ പണം സമ്പാദിക്കുക എന്നതാണ്. പക്ഷെ നിങ്ങൾ ചെയ്യുന്ന ഒരു സാധാരണ ജോലിയിലൂടെ മാസം മുഴുവനുമുള്ള ചിലവുകൾ നടത്താനുള്ള തുക ലഭിക്കുന്നുണ്ടോ? ഒന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു അല്ലേ? എന്നാൽ സ്വന്തമായി നടത്തുന്ന ബിസിനസ്സുകൾക്ക് ഇതിൽ നിന്നുമൊക്കെ വലിയ വ്യത്യാസങ്ങളുണ്ട്. മാസാമാസമുള്ള ശമ്പളത്തിന് പുറമെ ബിസിനസ്സിൽ വളർച്ച ഉണ്ടാവുന്നതനുസരിച്ച് വലിയ ലാഭമാണ് ഉണ്ടാക്കാൻ സാധിക്കുക. ഇത്തരത്തിൽ റെഗുലർ ജോബ്സും ബിസിനസ് ഇൻഡസ്ട്രിയും തമ്മിൽ ഒരുപാട് കാര്യങ്ങളിൽ വ്യത്യാസങ്ങളുണ്ട്. അത് എന്തൊക്കെയാണെന്നാണ് ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം സമ്പാദിക്കുന്ന പണത്തിന്റെ കാര്യത്തിലാണ്. നിങ്ങൾ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണ്. രാവിലെ 8 മണിക്ക് തുടങ്ങുന്ന ജോലി അവസാനിക്കുന്നത് വൈകുന്നേരം 8 മണിയോടെയാണ്. അതായത് ഒരു ദിവസത്തിൽ ഏകദേശം 12 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ജോലി. ഇന്നത്തെ ഒട്ടുമിക്ക കോർപ്പറേറ്റ് കമ്പനികളുടെയും അവസ്ഥ ഇതാണ്. എന്നിട്ട് മാസാമാസം ലഭിക്കുന്ന ശമ്പളമോ വളരെ തുച്ഛവും. ഒരു കമ്പനിക്ക് വേണ്ടി ജോലി ചെയ്യുമ്പോൾ അവരുണ്ടാക്കുന്ന ലാഭമോ അല്ലെങ്കിൽ ആ കമ്പനിയുടെ ഷെയറോ നിങ്ങൾക്ക് ലഭിക്കില്ല. പകരം അവർ നിശ്ചയിച്ചിരിക്കുന്ന ശമ്പളം മാത്രമേ കിട്ടുകയുള്ളൂ. എന്നാൽ സ്വന്തമായി ബിസിനസ് ആരംഭിച്ചാൽ കമ്പനിക്കുണ്ടാകാൻ പോകുന്ന എല്ലാ ലാഭവും നേരിട്ട് നിങ്ങളുടെ കൈകളിലാണ് എത്തുന്നത്. ഒപ്പം നിങ്ങളുടെ കമ്പനിയിൽ ജോലി ചെയ്യുന്നവർക്ക് എത്ര രൂപ ശമ്പളമായി നൽകണം എന്ന കാര്യത്തെപ്പറ്റി സ്വയം തീരുമാനം എടുക്കുകയും ചെയ്യാം. മറ്റൊരു വ്യത്യാസം ക്വാളിഫിക്കേഷനെ സംബന്ധിക്കുന്ന കാര്യങ്ങളിലാണ്. മികച്ച ഒരു ജോലി സ്വന്തമാക്കണമെങ്കിൽ അത് ചെയ്യാനായി നിശ്ചയിച്ചിട്ടുള്ള യോഗ്യതകളുമായി നിങ്ങളുടെ പ്രൊഫൈൽ പൊരുത്തപ്പെടണം. കല്യാണം കഴിക്കുന്നതിനായി ചെറുക്കന്റെയും പെണ്ണിന്റെയും ജാതകങ്ങൾ തമ്മിൽ ഒത്തുനോക്കാറില്ലേ? അതുപോലൊരു പരിപാടിയാണ് ഇതും. എഡ്യൂക്കേഷണൽ ഡിഗ്രി, മറ്റെവിടെയെങ്കിലും ജോലി ചെയ്തതായി കാണിക്കുന്ന വർക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, നിങ്ങൾ ജോലി ചെയ്യാൻ പോകുന്ന ജോബുമായി ബന്ധപ്പെട്ട സ്കിൽ സർട്ടിഫിക്കറ്റ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആവശ്യമായി വരും. എന്നാൽ
ബിസിനസ് തുടങ്ങുന്നവർക്ക് ഇത്തരം പ്രശ്നങ്ങളെ ഒന്നും നേരിടേണ്ടി വരില്ല. നിങ്ങളാണ് എല്ലാത്തിന്റെയും ഓണർ. അതുകൊണ്ട് സ്വന്തമായി പഠിച്ചെടുക്കുന്ന കാര്യങ്ങളോ മറ്റുള്ളവർ പറഞ്ഞു തരുന്ന സ്ട്രാറ്റജികളോ വേണ്ട വിധം ഉപയോഗപ്പെടുത്തിയാൽ നല്ല രീതിയിൽ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. പക്ഷേ ബിസിനസ് ടാക്ടിക്കുകളെക്കുറിച്ചും മാർക്കറ്റ് രീതികളെപ്പറ്റിയുമെല്ലാം നല്ല അറിവുണ്ടായിരിക്കണം. അടിസ്ഥാനപരമായ വിഷയങ്ങളെക്കുറിച്ച് ധാരണ ഉണ്ടാക്കാനായില്ലെങ്കിൽ വലിയ നഷ്ടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയും ഉണ്ട്. എന്നിരുന്നാലും റെഗുലർ ജോബ്സിലെ എലിജിബിലിറ്റി ക്രൈറ്റീരിയകളിൽ നിന്നും രക്ഷപ്പെടാം. മുൻപൊരു ദിവസം 12 മണിക്കൂർ ജോലി ചെയ്യേണ്ടി വരുന്നതിനെ പറ്റി സൂചിപ്പിച്ചതായി ഓർക്കുന്നില്ലേ? ഇത് ഓരോ കമ്പനിയിലും വ്യത്യാസപ്പെട്ടിരിക്കും. കാരണം ഓരോ സ്ഥാപനത്തിന് കീഴിൽ ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ച് എത്ര നേരം വർക്ക് ചെയ്യണം, എവിടെ വെച്ച് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്നത് അതിന്റെ ഡയറക്ടർ ബോർഡാണ്. അതുകൊണ്ട് കമ്പനിയുടെ വർക്കിംഗ് അവേഴ്സ് അനുസരിച്ചു വേണം അവിടെയുള്ള എംപ്ലോയീസും ജോലി ചെയ്യാൻ. ഇത്തരം സാഹചര്യങ്ങളിൽ വ്യക്തിപരമായ അഭിപ്രായത്തിനോ സ്വാതന്ത്ര്യത്തിനോ യാതൊരു വിലയുമില്ല. മാത്രമല്ല, മാസത്തിൽ നിങ്ങൾ എത്ര ദിവസം ജോലി ചെയ്യുന്നു എന്നതനുസരിച്ചാണ് ശമ്പളവും ലഭിക്കുന്നത്. ബിസിനസ് മേഖലയിൽ ഇത്തരം കാര്യങ്ങളെല്ലാം നേരെ വിപരീതമാണ്. നിങ്ങൾ തന്നെയാണ് കമ്പനിയുടെ ബോസ്. അതുകൊണ്ട് എപ്പോൾ, എവിടെ വെച്ച്, എങ്ങനെയൊക്കെ വർക്ക് ചെയ്യണമെന്ന കാര്യങ്ങളെപ്പറ്റി സ്വയം തീരുമാനിക്കാം. അത്യാവശ്യ ഘട്ടങ്ങളിൽ അവധിയെടുക്കുകയും ചെയ്യാം. മറ്റാരുടെയെങ്കിലും അനുവാദത്തിനോ ഉത്തരവുകൾക്കോ കാത്തു നിൽക്കേണ്ട കാര്യമില്ല. ചില സന്ദർഭങ്ങളിൽ പൊതുവെയുള്ള വർക്കിംഗ് അവേഴ്സിനേക്കാൾ കൂടുതൽ സമയം ജോലിയും ചെയ്യേണ്ടി വരാം. കാരണം നിങ്ങളുടെ കമ്പനിയെ സക്സസ്ഫുൾ ആയി മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്വമാണ്. അത് പ്രാവർത്തികമാക്കാൻ അധികമായി അധ്വാനിക്കേണ്ടി വരുന്നതിൽ യാതൊരു തെറ്റുമില്ല. എങ്ങനെയായാലും റെഗുലർ ജോബുകളേക്കാൾ സ്വാതന്ത്ര്യം സ്വന്തം ബിസിനസ്സിൽ നിന്നും ലഭിക്കും എന്നത് തീർച്ചയാണ്. മറ്റൊരു വ്യത്യാസം വിഷൻ എന്ന ആശയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ കമ്പനി അച്ചീവ് ചെയ്യാനായി ആഗ്രഹിക്കുന്ന ഗോൾസ് എല്ലാം തന്നെ സ്വയമേ സെറ്റ് ചെയ്യുന്നവയാണ്. കൂടെയുള്ളവർ അതനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. കസ്റ്റമേഴ്സിനായി ഏത് വിധത്തിലുള്ള പ്രോഡക്റ്റ് നിർമ്മിക്കണം, അതിന് എന്തൊക്കെ മോഡിഫിക്കേഷൻസ് നൽകണം എന്നൊക്കെ തീരുമാനിക്കുന്ന ഡിസൈഡിംഗ് അതോറിറ്റി നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ വിഷൻ എന്താണോ അതാണ് കമ്പനിയുടെ വിഷനും. എന്നാൽ മറ്റൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യേണ്ടി വരുമ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം നേർ വിപരീതമായിരിക്കും. ആ കമ്പനിയുടെ വിഷൻ എന്താണ്, അവയെ പ്രാവർത്തികമാക്കുക എന്നതാണ് അവിടെ ജോലി ചെയ്യുന്നവരുടെ ലക്ഷ്യം. നിങ്ങൾ സ്വയമേ സെറ്റ് ചെയ്യുന്ന ലക്ഷ്യങ്ങൾക്ക് യാതൊരു പ്രാധാന്യവും ഉണ്ടാവില്ല. ഇനി അഥവാ കമ്പനി പോളിസികളെ സ്വാധീനിക്കാൻ കഴിയണമെങ്കിൽ സിഇഒയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു മാനേജർ പൊസിഷനിലായിരിക്കുകയും വേണം. മോട്ടിവേഷണൽ ഫാക്ടേഴ്സിന്റെ കാര്യത്തിലും ചില വ്യത്യാസങ്ങൾ കാണാം. ഒരു ബിസിനസ് ഉടമയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട മോട്ടിവേഷണൽ ഫാക്ടേഴ്സ് സക്സസും ഗുഡ്വില്ലുമാണ്. കൂടാതെ തന്റെ കമ്പനിയെ ഒരു മികച്ച ബ്രാൻഡായി വളർത്തിയെടുക്കുക എന്ന ചിന്തയും കാണും. എന്നാൽ റെഗുലർ ജോബ് ചെയ്യുന്ന വ്യക്തിക്ക് അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന പേഴ്സണൽ ഫാക്ടേഴ്സും കമ്പനി വിവിധ റിവാർഡിലൂടെ നൽകുന്ന പ്രചോദനവുമാണ് മോട്ടിവേഷണൽ ഫാക്ടേഴ്സിന്റെ രൂപത്തിൽ പ്രവർത്തിക്കുന്നത്. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ബിസിനസിനെയും റെഗുലർ ജോബുകളെയും വേർതിരിക്കുന്ന പ്രധാന കാരണങ്ങൾ. ഇനി വരും അധ്യായത്തിൽ ബിസിനസ് മേഖലയുമായി ബന്ധപ്പെടുന്ന മറ്റു ചില വിശേഷങ്ങളും കൂടെ മനസ്സിലാക്കാം. കാലം പല രീതിയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. സാംസ്കാരികപരമായ മാറ്റങ്ങളിൽ നിന്ന് തുടങ്ങി സാങ്കേതികപരമായ പുതുപുത്തൻ സംവിധാനത്തിലേക്കാണ് നമ്മുടെ ദിനചര്യകൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആളുകളുടെ ചിന്താഗതിയിൽ പോലും ഇത്തരം മാറ്റങ്ങൾ പ്രകടമാണ്. വളരെ കാലം മുൻപ് ജീവിക്കാനായി എന്തെങ്കിലും ഒരു ജോലി മതി എന്നായിരുന്നു സമൂഹത്തിന്റെ ചിന്താഗതി. എന്നാൽ ഇന്ന് സ്വന്തം പാഷനെ പിന്തുടർന്ന് സ്വപ്നതുല്യമായ ഭാവിയെപ്പറ്റി ആലോചിക്കുന്ന ഒരു യുവതലമുറയെയാണ് നമുക്ക് കാണാൻ കഴിയുക. അതുകൊണ്ടാണ് സ്വന്തമായൊരു ബിസിനസ് ആരംഭിക്കാം എന്ന ഐഡിയയിലേക്ക് എത്തുന്നത്. പക്ഷേ എവിടെ തുടങ്ങണം,
എങ്ങനെ തുടങ്ങണം എന്ന കാര്യത്തിൽ പല വിധത്തിലുള്ള ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം പുതിയ രീതിയിലുള്ള ബിസിനസ് ഐഡിയകൾ ചിന്തിച്ചെടുക്കാൻ സാധിക്കുന്നില്ല എന്നതാണ്. ഏതാണ് മികച്ച ബിസിനസ് ഐഡിയ? ഇങ്ങനെയൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്നുണ്ടോ? എങ്കിൽ അതിനുള്ള ഉത്തരങ്ങളെന്നോണം പുതുതായി ആരംഭിക്കാവുന്ന ചില ഇൻട്രസ്റ്റിംഗ് ബിസിനസ് ഐഡിയകളെ പറ്റിയാണ് ഈ അധ്യായത്തിൽ വിവരിക്കാൻ പോകുന്നത്. ഒപ്പം അവ കൊണ്ടുണ്ടാകുന്ന പ്രിവിലേജസും കൂടി മനസ്സിലാക്കാം. ലോകത്തുണ്ടായ ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങളിൽ ഒന്നാണ് ഇന്റർനെറ്റ്. ഇത് പല വിധത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ടെക്നിക്കുകളിലൂടെ വിവിധ സ്ഥലങ്ങളിലെ ആളുകളുമായി ആശയവിനിമയം നടത്താൻ സഹായിക്കുന്നു. വേൾഡ് വൈഡ് വെബ് ഉൾപ്പെടെയുള്ള വ്യത്യസ്തങ്ങളായ ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ചാണ് ഡിജിറ്റൽ വിവരങ്ങളെ പരസ്പരം കണക്ട് ചെയ്യുന്നത്. ഈ സാധ്യതകളെ പുതിയ ബിസിനസ് തുടങ്ങാനായി ഉപയോഗപ്പെടുത്താം. അങ്ങനെയെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ തുടങ്ങാൻ സാധിക്കുന്ന ഒരു ബിസിനസ് ഐഡിയയാണ് കൺസൾട്ടിംഗ് എന്നത്. ചുറ്റിലുമുള്ള മറ്റ് പ്രൊഫഷണലുകൾക്ക് വിദഗ്ധോപദേശം നൽകുന്ന ബിസിനസ് രീതിയെയാണ് ഇങ്ങനെ വിളിക്കുന്നത്. ബിസിനസ്, സോഷ്യൽ മീഡിയ, മാർക്കറ്റിംഗ്, ഹ്യൂമൻ റിസോഴ്സസ്, ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ എന്ന് തുടങ്ങി നിങ്ങൾക്ക് പരിചയമുള്ള മേഖല ഏതാണോ അതിനെപ്പറ്റിയുള്ള വിവരങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുത്ത് അവരുടെ സംശയങ്ങൾ ഇല്ലാതാക്കണം. നന്നായി ആശയവിനിമയം നടത്താനും നിങ്ങളുടെ മേഖലയെപ്പറ്റി ആഴത്തിലുള്ള അറിവുമുണ്ടെങ്കിൽ വളരെ ഈസിയായി കസ്റ്റമേഴ്സിനെ ആകർഷിക്കാൻ കഴിയും. ഒപ്പം മികച്ച രീതിയിൽ ടെക്നോളജിയും ഉപയോഗപ്പെടുത്തണം. ഉദാഹരണമായി, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ അല്പം കൂടെ ഫലപ്രദമാക്കാനായി ഡിജിറ്റൽ ടൂളുകളോ സോഫ്റ്റ്വെയറുകളോ ഉപയോഗപ്പെടുത്താം. കൂടാതെ ഇന്റർനെറ്റിന്റെ സഹായത്തോടെ വിർച്വൽ കൺസൾട്ടിംഗും നടത്താവുന്നതാണ്. ഓൺലൈനിൽ ആരംഭിക്കാൻ കഴിയുന്ന ധാരാളം ബിസിനസ് ഐഡിയകൾ ഉണ്ട്. മികച്ച സ്ട്രാറ്റജികളോടെ ഇവ നടത്തിക്കൊണ്ടു പോകാനായാൽ വലിയ ലാഭമുണ്ടാക്കാൻ സാധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം നമുക്ക് ചുറ്റുമുള്ള എല്ലാ ആളുകളും ഇന്ന് സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇന്റർനെറ്റിലൂടെ പബ്ലിഷ് ചെയ്യപ്പെടുന്ന എല്ലാ കോണ്ടന്റുകളും നിമിഷ നേരത്തിനുള്ളിൽ ജനങ്ങളിലേക്ക് എത്തും. ഓൺലൈൻ ടീച്ചിംഗ്, ഓൺലൈൻ റീസെല്ലിംഗ്, ഓൺലൈൻ ബുക്ക് കീപ്പിംഗ് തുടങ്ങിയ മെത്തേഡുകളെല്ലാം തന്നെ വിവിധ ബിസിനസ് ഐഡിയകളായി കണക്കാക്കാം. നമ്മൾ എപ്പോഴും നമ്മുടെ കംഫർട്ട് സോണിലിരുന്ന് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. അത് വീടോ ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളോ ആവാം. കയ്യിൽ ഒരു സ്മാർട്ട് ഫോണും അത്യാവശ്യം സ്പീഡുള്ള ഇന്റർനെറ്റ് കണക്ഷനും കിട്ടിയാൽ ലോകത്തിന്റെ ഏത് കോണിലിരുന്നും നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ പഠിച്ചെടുക്കാം. ഓൺലൈൻ ടീച്ചിംഗ് എന്നത് അതിനായി പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന ഒരു ബിസിനസ് ഐഡിയയാണ്. ഇന്ന് ഒട്ടനവധി സ്കിൽ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ഓൺലൈനായി ലഭ്യമാണ്. അതോടൊപ്പം മത്സരിച്ചു നിൽക്കാൻ സാധിക്കണമെങ്കിൽ നിങ്ങളുടെ സ്ട്രാറ്റജികൾ സ്ട്രോങ് ആയിരിക്കണം. ഇതുപോലെ തന്നെയാണ് ഓൺലൈൻ റീസെല്ലിംഗിന്റെ കാര്യവും. നല്ല വെബ്സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്ത് പ്രോഡക്റ്റുകൾ വിറ്റഴിക്കാനുള്ള മിടുക്ക് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ലോകത്തിന്റെ ഏത് കോണിൽ നിന്നും കസ്റ്റമേഴ്സിനെ ലഭിക്കും. ഓൺലൈൻ ബുക്ക് കീപ്പിംഗും മികച്ച ബിസിനസ് ഐഡിയയാണ്. ഒരു കമ്പനിയെ സംബന്ധിച്ച് അവരുടെ ഫൈനാൻഷ്യൽ ഡോക്യുമെന്റ്സ് എല്ലാം വളരെ കൃത്യമായി കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. കമ്പനിയുടെ പ്രവർത്തനങ്ങളെ മാനേജ് ചെയ്യുന്നതിനിടയിൽ പലർക്കും ഇതിനുള്ള സമയം ലഭിക്കാറില്ല. ഒടുവിൽ നഷ്ടം സംഭവിക്കുമ്പോഴായിരിക്കും കണക്കുകൂട്ടലിൽ ഉണ്ടായ പാകപ്പിഴകൾ തിരിച്ചറിയുന്നത്. ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കാനായി ബുക്ക് കീപ്പിംഗ് സഹായിക്കുന്നുണ്ട്. വിവിധ ട്രാൻസാക്ഷനുകളുടെ രസീതുകൾ കൈപ്പറ്റാനും ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം നിക്ഷേപിക്കാനും വ്യക്തമായ രേഖകൾ സൂക്ഷിക്കാനുമെല്ലാം ഈ സേവനങ്ങളെ ഉപയോഗപ്പെടുത്താം. ഇവ കൂടാതെ മെഡിക്കൽ കൊറിയർ സർവീസ്, ആപ്പ് ഡെവലപ്മെന്റ്, ട്രാൻസ്ക്രിപ്ഷൻ സർവീസ്, പ്രൊഫഷണൽ ഓർഗനൈസിംഗ്, ട്രാൻസ്ലേഷൻ സർവീസ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് തുടങ്ങി പുതുതായി ചെയ്യാവുന്ന ഒട്ടേറെ ബിസിനസ് സംരംഭങ്ങൾ ഉണ്ട്. അതിരുകളില്ലാതെ പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന ടെക്നിക്കൽ സൗകര്യങ്ങൾ കൂടി ഉണ്ടാവുമ്പോൾ നിങ്ങളുടെ ബിസിനസ്സിന് വലിയ ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കും. എന്തൊക്കെയാണ് ടെക്നിക്കൽ പരമായ സവിശേഷതകൾ ഉൾപ്പെടുത്തി ബിസിനസ് നടത്തുമ്പോഴുണ്ടാവുന്ന പ്രിവിലേജസ്? എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു കാര്യത്തെപ്പറ്റി നിങ്ങൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? എങ്കിൽ ഇനി അതേപ്പറ്റി പറഞ്ഞുതരാം. ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ സംരംഭങ്ങൾക്ക് വലിയ പബ്ലിസിറ്റി ഉണ്ടാക്കാൻ സാധിക്കും
എന്നതാണ്. ഇതുവഴി ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും നിരവധി ഇൻവെസ്റ്റേഴ്സിനെയും ഷെയർ ഹോൾഡേഴ്സിനെയും ആകർഷിക്കാൻ കഴിയും. കൂടാതെ കസ്റ്റമേഴ്സിൽ നിന്നും ലഭിക്കുന്ന ഫീഡ്ബാക്കുകൾ നിങ്ങളുടെ പ്രോഡക്റ്റിന്റെ ഗുണനിലവാരത്തെ മെച്ചപ്പെടുത്താനും സഹായിക്കും. ഇൻസ്റ്റന്റ് ഫീഡ്ബാക്ക് എന്നാണ് ഇത്തരം സംവിധാനങ്ങളെ വിളിക്കുന്നത്. പണ്ടുകാലത്ത് സാധനങ്ങൾ വിറ്റഴിക്കുക എന്നല്ലാതെ അതിന്റെ ക്വാളിറ്റി എങ്ങനെയൊക്കെ മെച്ചപ്പെടുത്താം എന്നത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ ഇന്ന് ഉപഭോക്താവിന്റെ അഭിപ്രായങ്ങൾ അറിയാൻ ഓരോ എന്റർപ്രണർക്കും സാധിക്കും. ഇത് കൂടാതെ നിങ്ങളുടെ പ്രോഡക്റ്റുകൾ ഒരുപാട് ആളുകളിലേക്ക് എത്തുന്ന വിധത്തിൽ മാർക്കറ്റിംഗ് ചെയ്യാനുമുള്ള സംവിധാനങ്ങൾ നിലവിലുണ്ട്. ഇതെല്ലാം തന്നെ ബിസിനസ്സും ടെക്നോളജിയും തമ്മിൽ മെർജ് ചെയ്യുന്നതിലൂടെ ഒരു ബിസിനസ്മാന് ലഭിക്കുന്ന പ്രിവിലേജസ് ആണ്. ഇതുവരെ ചില പുതിയ ബിസിനസ് ഐഡിയകളെ പറ്റിയും ടെക്നോളജി അവയിൽ ഉണ്ടാക്കുന്ന സ്വാധീനത്തെക്കുറിച്ചും ഒപ്പം സംരംഭകന് ലഭിക്കാവുന്ന പ്രിവിലേജുകളെ പറ്റിയുമെല്ലാമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത്. ഇവയെല്ലാം വേണ്ട വിധം ഉപയോഗപ്പെടുത്തിയാൽ ബിസിനസ് മേഖലയിലെ നിങ്ങളുടെ സാന്നിധ്യം ലോകം മുഴുവൻ പരക്കാനിടയാകും. അതിന് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്നാശംസിച്ചുകൊണ്ട് ഈ അധ്യായം അവസാനിപ്പിക്കുന്നു. സർക്കാരിൽ നിന്നും ലഭിക്കുന്ന വിവിധ പ്രിവിലേജസുകളെ പറ്റി നിങ്ങൾ ഇതിനകം തന്നെ മനസ്സിലാക്കി കഴിഞ്ഞു. ഇവയ്ക്ക് പുറമെ പുതുതായി ബിസിനസ് ആരംഭിക്കുന്നവർക്കും സംരംഭത്തിന് തുടക്കം കുറിച്ചവർക്കുമായി പല വിധത്തിലുള്ള സേവനങ്ങളും ഗവൺമെന്റ് ലഭ്യമാക്കുന്നുണ്ട്. അതേപറ്റിയാണ് ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും മിനിസ്ട്രി ഓഫ് MSMEയും ചേർന്ന് രാജ്യത്ത് പുതുതായി ആരംഭിക്കുന്ന സ്റ്റാർട്ടപ്പുകൾക്കും MSME അഥവാ മൈക്രോ, സ്മോൾ, മീഡിയം എന്റർപ്രൈസസിനുമായി നിരവധി സ്കീമുകൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യയുടെ സാമ്പത്തിക പുരോഗതിക്കായി ഇത്തരം മേഖലകളെ സംരക്ഷിക്കുക, പ്രോത്സാഹിപ്പിക്കുക, പരിപോഷിപ്പിക്കുക എന്നതാണ് സ്കീമുകളുടെയെല്ലാം പ്രധാന ലക്ഷ്യം. ഏറ്റവും ഒടുവിൽ പ്രസിദ്ധീകരിച്ച സാമ്പത്തിക സർവേയുടെ ലോങ് ടേം ഗോൾ അനുസരിച്ച് 2024 ആകുമ്പോഴേക്കും ഇന്ത്യൻ GDPയുടെ 50% ലഭിക്കേണ്ടത് MSME സെക്ടറിൽ നിന്നും ആയിരിക്കണം. ഈ ലക്ഷ്യം പൂർത്തീകരിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് വിവിധ സ്കീമുകളെ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. കൂടാതെ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച വർദ്ധിപ്പിക്കാനും കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകാനും കയറ്റുമതിയിൽ മികച്ച വളർച്ചയുണ്ടാക്കാനും MSME സെക്ടറുകൾക്ക് സാധിക്കും എന്നുകൂടി സർവേയിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഗവൺമെന്റ് സ്കീമാണ് പ്രധാൻ മന്ത്രി മുദ്രാ യോജന എന്ന് അറിയപ്പെടുന്നത്. പുതിയ ബിസിനസ് ആരംഭിക്കാനായി സംരംഭകർക്ക് 10 ലക്ഷം വരെ വായ്പ നൽകുന്ന പ്രോജക്റ്റാണ് ഇത്. മുദ്ര സ്കീമിന് കീഴിലായി ജോയിൻ ചെയ്തിരിക്കുന്ന വിവിധ ബാങ്കുകളാണ് ഇതിന് ആവശ്യമായ പണം നൽകുന്നത്. 2015 ഈ സ്കീമിന്റെ തുടക്കം. 2020 കണക്കനുസരിച്ച് ഏകദേശം 67 ലക്ഷം ലോണുകളാണ് പാസാക്കി നൽകിയത്. കൃത്യമായ കണക്കെടുത്താൽ ഇന്ത്യൻ റുപ്പി 48,000 കോടി രൂപയാണ് ഇതിനായി ബാങ്കുകൾ ചിലവാക്കിയത്. ചെറുകിട ഉൽപാദന യൂണിറ്റുകൾ, ചില്ലറ വ്യാപാരികൾ, മൊത്തക്കച്ചവടക്കാർ, കൈത്തൊഴിലാളികൾ തുടങ്ങിയ വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്നവർക്കാണ് ഇതിനുള്ള അർഹത ലഭിക്കുക. ലോണിനായി പാസാക്കുന്ന തുകയ്ക്കനുസരിച്ചും സംരംഭത്തിന്റെ രീതി അനുസരിച്ചും മുദ്ര സ്കീമിനെ 3 ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. പുതിയ ബിസിനസ് തുടങ്ങുന്നതിനായി 50,000 രൂപ വരെ നൽകുന്ന സ്കീമിൽ ഉൾപ്പെടുന്നവർ ശിശു എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. രണ്ടാമത്തെ വിഭാഗമാണ് കിഷോർ. മിഡ് ഏജ്ഡ് ബിസിനസ്സുകാർക്ക് 5 ലക്ഷം രൂപ വരെ നൽകുന്ന സ്കീമാണ് ഇത്. അവസാനത്തെ വിഭാഗം തരുൺ എന്നാണ് അറിയപ്പെടുന്നത്. നിലവിൽ സംരംഭം ആരംഭിച്ചു കഴിഞ്ഞ എക്സ്പീരിയൻസ്ഡ് ബിസിനസ്സുകാർക്കാണ് ഇവ നൽകുന്നത്. 10 ലക്ഷം രൂപയാണ് ഇതുവഴി ലഭിക്കുന്ന തുക. സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സംരംഭകർക്കെല്ലാം മുദ്ര സ്കീം മികച്ച ഉപാധിയാണ്. ക്രെഡിറ്റ് ഗ്യാരണ്ടി ട്രസ്റ്റ് ഫണ്ട് ഫോർ മൈക്രോ ആൻഡ് സ്മോൾ എന്റർപ്രൈസസ് അഥവാ CGTSME എന്നതാണ് രണ്ടാമത്തെ സ്കീം. MSME മിനിസ്ട്രിയുടെ കീഴിലുള്ള ഏറ്റവും വലിയ സ്റ്റാർട്ടപ്പ് ലോൺ സ്കീമാണ് ഇത്. തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തികൾക്ക് ഈ സ്കീമിലൂടെ 1 കോടി രൂപ വരെയുള്ള കൊളാട്രൽ ഫ്രീ ലോണാണ് നൽകുന്നത്. മിനിസ്ട്രി ഓഫ് MSMEയുടെയും സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെയും
കീഴിലുള്ള ക്രെഡിറ്റ് ഗ്യാരണ്ടി ഫണ്ട് ട്രസ്റ്റ് ഫോർ മൈക്രോ ആൻഡ് സ്മോൾ എന്റർപ്രൈസസ് എന്ന ട്രസ്റ്റ് വഴിയാണ് ഇതിന് ആവശ്യമായ ഫണ്ട് നൽകുന്നത്. മൂന്നാമത്തെ സ്കീമാണ് ഇസഡ് സർട്ടിഫിക്കേഷൻ സ്കീം. സീറോ ഡിഫെക്റ്റ് ആൻഡ് സീറോ എഫക്റ്റ് മിഷൻ എന്നതാണ് ഇസഡിന്റെ പൂർണ്ണരൂപം. പുതുതായി തുടങ്ങാൻ പോകുന്നതും നിലവിലുള്ളതുമായ ബിസിനസ് സംരംഭങ്ങളെ യാതൊരുവിധ തെറ്റുകുറ്റങ്ങളും ഇല്ലാത്ത ഉയർന്ന നിലവാരത്തിലുള്ള പ്രോഡക്റ്റുകൾ നിർമ്മിക്കാനായി പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഈ സ്കീമിന്റെ ലക്ഷ്യം. ഒപ്പം സാങ്കേതികപരമായ നൂതന വിദ്യകൾ ഉപയോഗപ്പെടുത്തി വേൾഡ് ക്ലാസ് നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ മാനുഫാക്ചർ ചെയ്തെടുക്കാനുള്ള പ്രാധാന്യം കമ്പനികൾക്ക് ബോധ്യമാക്കി കൊടുക്കുകയും ചെയ്യുന്നു. ഫൈനാൻഷ്യൽ സപ്പോർട്ടിന് പുറമെ പുതിയ രീതിയിലുള്ള ടെക്നിക്കൽ ടൂളുകളും ലഭ്യമാക്കാൻ ഈ സ്കീം സഹായിക്കുന്നു. ക്രെഡിറ്റ് ലിങ്ക്ഡ് ക്യാപിറ്റൽ സബ്സിഡി ഫോർ ടെക്നോളജി അപ്ഗ്രഡേഷൻ അഥവാ CLCSS എന്നതാണ് നാലാമത്തെ സ്കീം. ഒരു കമ്പനിയുടെ അടിത്തറ എന്നത് നിർമ്മാണത്തിനായി ഉപയോഗപ്പെടുത്തുന്ന ഉപകരണങ്ങളാണ്. അതുകൊണ്ട് സാങ്കേതിക വിദ്യയിലുണ്ടാവുന്ന മാറ്റങ്ങൾക്ക് അനുസൃതമായി ഇവയെ അപ്ഗ്രേഡ് ചെയ്യുകയും വേണം. പക്ഷേ ഇതിനായി വലിയൊരു തുക മുടക്കേണ്ടി വരും. ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്ന ഉദ്ദേശത്തോടെയാണ് സർക്കാർ CLCSS സ്കീമിനെ രൂപപ്പെടുത്തുന്നത്. MSME സെക്ടറിൽ ഉൾപ്പെടുന്ന ബിസിനസ് സംരംഭങ്ങൾക്ക് അവരുടെ സാങ്കേതിക വിദ്യകൾ നവീകരിക്കാനും പുതിയ ഉപകരണങ്ങൾ വാങ്ങിക്കാനും ആവശ്യമായ ധനസഹായം നൽകുക എന്നതാണ് സ്കീമിന്റെ ലക്ഷ്യം. അതിനായി 1 കോടി വരെയുള്ള നിക്ഷേപത്തിന് 15% സബ്സിഡി നൽകുന്നു. 7500-ലധികം ഉൽപ്പന്നങ്ങളും സേവനങ്ങളുമാണ് ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നത്. അഞ്ചാമത്തെ സ്കീം ഡിസൈൻ ക്ലിനിക്കുമായി ബന്ധപ്പെട്ടുള്ളതാണ്. പുതുമയുള്ള ബിസിനസ് ഐഡിയയോട് കൂടി ഒരു സംരംഭം തുടങ്ങുമ്പോഴാണ് വിജയിക്കാനുള്ള സാധ്യത കൂടുന്നത്. കാരണം പൊതുവെയുള്ള ചിന്താഗതികളിൽ നിന്നും വ്യത്യസ്തമായ കാര്യങ്ങളെപ്പറ്റി പരിചയപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതേക്കുറിച്ച് അറിയാനുള്ള ഒരു താല്പര്യം ആളുകളിൽ ഉണ്ടാകും. ഇതായിരിക്കും ആ സംരംഭത്തിന്റെ വിജയത്തിലേക്ക് നയിക്കുന്നതും. ഇത്തരത്തിൽ പുതുതായി രൂപപ്പെടുന്ന ഡിസൈനുകൾക്കും ഇന്നൊവേഷൻസിനും പ്രാധാന്യം നൽകാനാണ് ഡിസൈൻ ക്ലിനിക് ശ്രമിക്കുന്നത്. സർക്കാർ സഹായത്തോടെ ഇതിനായുള്ള പദ്ധതികൾ നടപ്പാക്കുമ്പോൾ ആവശ്യക്കാരന്റെ ഉപയോഗം തിരിച്ചറിഞ്ഞ് പുതിയ പ്രോഡക്റ്റുകൾ മാർക്കറ്റിൽ ഇറങ്ങാൻ കാരണമാകും. ഈ ചിന്തയിൽ നിന്നുമാണ് ഡിസൈൻ ക്ലിനിക്കുകളുടെ തുടക്കം. ഇതിനായി ഗവൺമെന്റ് രൂപീകരിക്കുന്ന സെമിനാറുകളിൽ പുതിയ ഡിസൈനുകൾ അവതരിപ്പിക്കാനായി 60,000 രൂപ വരെ സഹായം ലഭിക്കുന്നു. കൂടാതെ സംരംഭകനും അവരുടെ ടീമിനും പുതിയ ഡിസൈൻ ടെക്നിക്കുകൾ പഠിക്കാനുള്ള അവസരവും ലഭിക്കുന്നു. ഒപ്പം പുത്തൻ ഡിസൈൻ ട്രെൻഡുകളെ പരിചയപ്പെടാനും കഴിയും. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ 5 ഗവൺമെന്റ് സ്കീമുകൾ. ഇനി വരും അധ്യായത്തിൽ ബാക്കിയുള്ളവയെ കൂടി പരിചയപ്പെടാം. പുതുതായി ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുമ്പോൾ ഏറ്റവും വലിയ തടസ്സമായി മുന്നിലുണ്ടാവുക അതിന് ആവശ്യമായ ക്യാപിറ്റൽ ഫണ്ട് കയ്യിലില്ല എന്നതാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ വായ്പകളെ ആശ്രയിക്കുന്നത്. എന്നാൽ പലർക്കും ലോൺ എടുക്കാനായി ബാങ്കുകളെ സമീപിക്കാൻ ഭയമാണ്. ഇതിന് പ്രധാന കാരണം മുതലിനുമേൽ ചുമത്തുന്ന അമിത പലിശയാണ്. കൂടാതെ ഇനിയെങ്ങാനും ബിസിനസ് തകർന്നു പോയാൽ ഇത്രയും വലിയ തുക തിരിച്ചടയ്ക്കാൻ സാധിക്കുമോ എന്ന ചിന്താഗതിയും മനസ്സിലേക്ക് കടന്നുവരും. ഇത്തരം പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം എന്ന നിലയിലാണ് സർക്കാർ വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഇതുവഴി ആവശ്യമായ വായ്പാ തുക ചെറിയ പലിശ നിരക്കിൽ ലഭ്യമാകുന്നു. ഒപ്പം ലോൺ എളുപ്പത്തിൽ തിരിച്ചടയ്ക്കാൻ സാധിക്കും എന്ന ധൈര്യം നൽകുകയും ചെയ്യും. ഇതുകൊണ്ടാണ് പ്രൈവറ്റ് ബാങ്കിൽ നിന്നുമുള്ള ലോണുകളെ ആശ്രയിക്കാതെ ഗവൺമെന്റ് സ്കീമുകളെ ഉപയോഗപ്പെടുത്താനായി സംരംഭകർ ശ്രമിക്കുന്നത്. മുൻപത്തെ അധ്യായത്തിലൂടെ സർക്കാരിൽ നിന്നും ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റാർട്ടപ്പ് സ്കീമുകളെക്കുറിച്ചാണ് നിങ്ങൾ മനസ്സിലാക്കിയത്. ഇനി ഈ അധ്യായത്തിൽ ബാക്കിയുള്ള സ്കീമുകളെ പറ്റിയും മനസ്സിലാക്കാം. അഗ്രോ ഇൻഡസ്ട്രിയുടെ വളർച്ചയ്ക്കായി ഗവൺമെന്റ് തയ്യാറാക്കിയ സ്കീമാണ് അസ്പയർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. എ സ്കീം ഫോർ പ്രൊമോഷൻ ഓഫ് ഇന്നോവേഷൻ, റൂറൽ ഇൻഡസ്ട്രീസ് ആൻഡ് ഓൺട്രപ്രണർഷിപ്പ് എന്നതാണ് അസ്പയറിന്റെ പൂർണ്ണരൂപം.
അഗ്രോ ഇൻഡസ്ട്രിയിൽ സംരംഭം ആരംഭിക്കുന്നവർക്കായി അവരുടെ ബിസിനസിനും ഫണ്ടിനും ഇൻകുബേഷൻ ഫെസിലിറ്റീസ് നൽകിക്കൊണ്ട് സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയാണ് ഇത്. ഒപ്പം ആവശ്യമായ ടെക്നിക്കൽ അസിസ്റ്റൻസും നൽകുന്നു. ഇതിനായി 2 രീതിയിലുള്ള ഇൻകുബേറ്റർ സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നുണ്ട്: ലൈവ്ലിഹുഡ് ബിസിനസ് ഇൻകുബേറ്റേഴ്സ്, ടെക്നോളജി ബിസിനസ് ഇൻകുബേറ്റേഴ്സ് തുടങ്ങിയവയാണ് അവ. ആസ്പയറിലേക്കുള്ള ഫണ്ടുകൾ മാനേജ് ചെയ്യുന്നത് SIDBI, കൊയർ, ഖാദി ഇൻഡസ്ട്രികളാണ്. സമൂഹത്തിലെ താഴെത്തട്ടിലുള്ള ആളുകൾക്ക് ജോലി ഉറപ്പാക്കുക എന്നതാണ് ലൈവ്ലിഹുഡ് ബിസിനസ് ഇൻകുബേറ്ററുകളുടെ ലക്ഷ്യം. ടെക്നോളജി നെറ്റ്വർക്ക് വ്യാപിപ്പിക്കുന്നതിനാണ് ടെക്നോളജി ബിസിനസ് ഇൻകുബേറ്ററുകളെ ഉപയോഗപ്പെടുത്തുന്നത്. അഗ്രോ ഇൻഡസ്ട്രിയിലെ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതോടൊപ്പം സ്റ്റാർട്ടപ്പുകളുടെ ഉന്നമനത്തിനും ഈ സ്കീം പ്രാധാന്യം നൽകുന്നു. മറ്റൊരു പദ്ധതിയാണ് മൾട്ടിപ്ലയർ ഗ്രാന്റ് സ്കീം എന്ന് അറിയപ്പെടുന്നത്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി വിഭാഗത്തിനാണ് ഇവയുടെ മേൽനോട്ടം. ഉൽപ്പന്നങ്ങളുടെയും പാക്കേജിന്റെയും വികസനത്തിനായി ഇൻഡസ്ട്രീസ്, അക്കാഡമിക് പ്രൊഫഷണൽസ്, R&D ഇൻസ്റ്റിറ്റ്യൂഷൻസ് തുടങ്ങിയ വിഭാഗങ്ങൾ തമ്മിലുള്ള സഹകരണം വർദ്ധിപ്പിച്ച് പുതിയ ഗവേഷണ വികസനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് സ്കീമിന്റെ പ്രധാന ഉദ്ദേശം. മറ്റെല്ലാത്തിനേക്കാളും ഉപരി ഇൻഡസ്ട്രി മേഖലയ്ക്കാണ് ഇവിടെ പ്രാധാന്യം നൽകുന്നത്. തുടക്കത്തിൽ പുതുതായി വികസിപ്പിച്ചെടുക്കുന്ന ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിന്റെ വാണിജ്യവൽക്കരണത്തിനാണ് സഹായിക്കുന്നത്. വേണ്ടിവന്നാൽ ആവശ്യമായ ഫൈനാൻഷ്യൽ സപ്പോർട്ടും നൽകുന്നു. ഇൻഡസ്ട്രിയിൽ നിന്നും ലഭിക്കുന്നതിനേക്കാൾ ഇരട്ടി ധനസഹായം സർക്കാർ നൽകും. ഇതിനായി ഇൻഡസ്ട്രിയും ഇൻസ്റ്റിറ്റ്യൂഷനും തമ്മിൽ സംയുക്തമായി നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നു. ഈ പദ്ധതിക്കായി ചിലവഴിക്കുന്ന മൊത്തം തുക 36 കോടിയാണ്. ഇതിൽ 24 കോടി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയിൽ നിന്നുമാണ് ലഭിക്കുന്നത്. ടെക്നോളജി ഡെവലപ്മെന്റ് കൗൺസിലിൽ നിന്നുമുള്ള ബഡ്ജറ്റ് സ്കീമിന്റെ നടത്തിപ്പിനുമായി ഉപയോഗപ്പെടുത്തുന്നു. പേറ്റന്റുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള സ്കീമാണ് സപ്പോർട്ട് ഫോർ ഇന്റർനാഷണൽ പേറ്റന്റ് പ്രൊട്ടക്ഷൻ ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി അഥവാ SIPEIT എന്നറിയപ്പെടുന്നത്. MSME സെക്ടറുകൾ നിർമ്മിക്കുന്ന പുതിയ പ്രോഡക്റ്റുകൾക്ക് ഗ്ലോബൽ ഇന്റർനാഷണൽ പേറ്റന്റ് ലഭിക്കുന്നതിന് ആവശ്യമായ അസിസ്റ്റൻസ് നൽകുന്നത് ഇതിലൂടെയാണ്. പ്രധാനമായും MSME സെക്ടറുകൾക്കും ടെക്നോളജി സ്റ്റാർട്ടപ്പുകൾക്കുമുള്ള പേറ്റന്റ് പ്രൊട്ടക്ഷനാണ് ഇതുവഴി ഉറപ്പാക്കുന്നത്. ഇവ കൂടാതെ സർക്കാരിൽ നിന്നും ആവശ്യമായ ധനസഹായവും ലഭിക്കുന്നു. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി, മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്നിവരാണ് സ്കീമിന്റെ നടത്തിപ്പുകാർ. ഇതിനെല്ലാം പുറമെ സ്റ്റാർട്ടപ്പ് ഇന്ത്യ സ്കീം എന്ന പേരിൽ ആരംഭിച്ചിട്ടുള്ള ചില ഇനിഷ്യേറ്റീവുകൾ ഉണ്ട്. അതിൽ ആദ്യത്തേത് സ്റ്റാർട്ടപ്പ് ഇന്ത്യ ആക്ഷൻ പ്ലാൻ ആണ്. 19 ആക്ഷൻ ഐറ്റംസ് ആണ് ഇതിൽ ഉൾപ്പെടുന്നത്. സിംപ്ലിഫിക്കേഷൻ ആൻഡ് ഹാൻഡ് ഹോൾഡിംഗ്, ഫണ്ടിംഗ് സപ്പോർട്ട് ആൻഡ് ഇൻസെന്റീവ്സ്, ഇൻഡസ്ട്രി അക്കാഡമിയ പാർട്ട്ണർഷിപ്പ്, ഇൻകുബേഷൻ തുടങ്ങിയവ അതിൽ ചിലതാണ്. രണ്ടാമത്തെ ഇനിഷ്യേറ്റീവാണ് സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഹബ്. ബിസിനസ് മേഖലയുമായി ബന്ധമുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ പരസ്പരം കണക്ട് ചെയ്യിപ്പിച്ച് അവർ തമ്മിലുള്ള ആശയവിനിമയം വർദ്ധിപ്പിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം എന്നതാണ് മറ്റൊരു ഇനിഷ്യേറ്റീവ്. പ്രോട്ടോടൈപ്പ് ഡെവലപ്മെന്റ്, പ്രോഡക്റ്റ് ട്രയൽസ്, മാർക്കറ്റ് എൻട്രി, കൊമേഴ്ഷ്യലൈസേഷൻ തുടങ്ങിയ കാര്യങ്ങൾക്ക് ഫൈനാൻഷ്യൽ സപ്പോർട്ട് നൽകുന്ന രീതിയാണ് ഇത്. ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകൾക്കായി ഇന്റർനാഷണൽ മാർക്കറ്റ് കണക്ട് ചെയ്തു കൊടുക്കുന്ന സ്കീമാണ് അവസാനത്തേത്. ഇതിനായി ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുമുള്ള 15 രാജ്യങ്ങളുമായി ഇന്ത്യക്കുള്ള പങ്കാളിത്തത്തെയാണ് ഉപയോഗപ്പെടുത്തുന്നത്. ഇത്തരത്തിലുള്ള സ്കീമുകളാണ് രാജ്യത്തെ സ്റ്റാർട്ടപ്പുകൾക്കും പുതിയ ബിസിനസ് സംരംഭങ്ങൾക്കും വളർന്നു വരാൻ ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകുന്നത്. പക്ഷേ ഇവയെല്ലാം പ്രാവർത്തികമാകുന്നുണ്ടോ എന്ന കാര്യത്തെ സംബന്ധിച്ച് ചില സംശയങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിലനിൽക്കുന്നുണ്ടാവാം. അതായത്, സ്റ്റാർട്ടപ്പുകൾ ഇന്ത്യയിൽ വളരുകയാണോ തളരുകയാണോ എന്നറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടാകും എന്ന് സാരം.
എങ്കിൽ അതേപറ്റിയാണ് അടുത്ത അധ്യായത്തിൽ വിശദീകരിക്കാൻ പോകുന്നത്. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയിൽ ഇന്ന് വലിയ പുരോഗതിയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയാണ് ബിസിനസ് ഇൻഡസ്ട്രികൾ. നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവയും പുതുതായി ആരംഭിക്കുന്നവയുമെല്ലാം കൂടെ ചേർത്ത് വെച്ചാൽ കോടിക്കണക്കിന് രൂപയുടെ ലാഭമാണ് നമ്മുടെ സമ്പദ് വ്യവസ്ഥയിലേക്ക് കുമിഞ്ഞുകൂടുന്നത്. 2022 കണക്കനുസരിച്ച് ലോകരാജ്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇന്ത്യയുടെ GDP പൊസിഷൻ 5ാം സ്ഥാനത്താണ് എന്ന കാര്യം മനസ്സിലാക്കാം. ഇതിനെല്ലാം ബിസിനസ് മേഖല വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. മുൻപത്തെ അധ്യായങ്ങളിൽ നിന്നും പുതുതായി ബിസിനസ് ആരംഭിക്കുന്നതിലൂടെ ഒരു വ്യക്തിക്കുണ്ടാവുന്ന പേഴ്സണൽ പ്രിവിലേജസിനെ പറ്റിയും ഗവൺമെന്റ് പ്രിവിലേജസിനെ പറ്റിയുമെല്ലാം കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞു. എന്നാൽ ബിസിനസ് ഇൻഡസ്ട്രി ഇത്രമാത്രം വളരുന്നതിലൂടെ രാജ്യത്തിന് എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്നതിനെക്കുറിച്ച് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? എങ്കിൽ അതേപ്പറ്റിയാണ് ഈ അധ്യായത്തിലൂടെ അറിയാൻ പോകുന്നത്. പ്രധാനപ്പെട്ട നേട്ടങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇന്ത്യൻ ബിസിനസ് മേഖലയുടെ ചെറിയ ചരിത്രം മനസ്സിലാക്കാം. പഴയകാല വാണിജ്യ സമ്പ്രദായങ്ങളെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? സാധനങ്ങൾക്ക് പകരം സാധനം നൽകി കച്ചവടം നടത്തുന്ന ബാർട്ടർ സമ്പ്രദായമായിരുന്നു അന്നത്തെ രീതി. അവിടെ നിന്നും പലതരം നാഗരികതയിലൂടെ രാജ്യം കടന്നുപോയി. മെഷീനുകളുടെ കണ്ടുപിടുത്തമുണ്ടായതോടുകൂടി വ്യാപാരത്തിന്റെ മുഖച്ഛായ തന്നെ മാറി. ചരിത്രത്തിൽ ഇത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ അഥവാ വ്യവസായ വിപ്ലവം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. സ്വാതന്ത്ര്യത്തിന് ശേഷം രാജ്യത്തിന്റെ സാമ്പത്തിക നില മെച്ചപ്പെടുത്താനായി വിവിധ എക്കോണമിക് പോളിസികൾ ആരംഭിച്ചു. ഇവയിൽ വലിയ മാറ്റത്തിന് തുടക്കം കുറിച്ചത് 1991 കൊണ്ടുവന്ന ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്നിവയാണ്. ഈ ആശയങ്ങളുടെ പ്രധാന ലക്ഷ്യം രാജ്യത്തിലെ സംരംഭങ്ങളിൽ ഒരു പരിവർത്തനം കൊണ്ടുവരിക എന്നതായിരുന്നു. ടെക്നോളജിയിലുണ്ടായ മാറ്റങ്ങളും കൂടി ചേർന്നപ്പോൾ പുതിയ ബിസിനസ് സംരംഭങ്ങൾ വളർന്നു തുടങ്ങി. ഇൻഫോസിസ്, TCS, വിപ്രോ, HCL, മാരുതി, ടാറ്റ, മഹീന്ദ്ര, ബജാജ് എന്നിവ അവയിൽ ചിലതാണ്. 2016 മുതലാണ് സ്റ്റാർട്ടപ്പുകളുടെ കാലം ആരംഭിക്കുന്നത്. ഇതിനുള്ള പ്രധാന കാരണം ഗവൺമെന്റ് പുറത്തിറക്കിയ ചില സ്റ്റാർട്ടപ്പ് ഇനിഷ്യേറ്റീവുകളായിരുന്നു. ഒപ്പം ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയും വളരാൻ തുടങ്ങി. ഒട്ടനവധി നേട്ടങ്ങളാണ് ഇതുവഴി രാജ്യത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതേപ്പറ്റിയാണ് ഇനി വിശദീകരിക്കാൻ പോകുന്നത്. സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം വർദ്ധിക്കുന്നതിനനുസരിച്ച് നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും. 20-24 വയസ്സിനുമിടയിൽ പ്രായമുള്ള 112 മില്യണോളം വരുന്ന വർക്കിംഗ് ഏജ് പീപ്പിളാണ് ഇന്ത്യയിൽ ജീവിക്കുന്നത്. ഇവർക്കെല്ലാം ജോലി നൽകാൻ സർക്കാരിന് സാധിക്കില്ല. അതുകൊണ്ടാണ് രാജ്യത്തെ യുവതലമുറ കോർപ്പറേറ്റ് ജോലികൾക്ക് പിന്നാലെ പോകുന്നത്. ബിസിനസ്സിൽ ഉണ്ടാവുന്ന വളർച്ച അനുസരിച്ച് ഇവർക്കെല്ലാം ജോലി നൽകാൻ പുതിയ കമ്പനികൾക്ക് സാധിക്കും. ഒപ്പം അൺഎംപ്ലോയ്മെന്റ് എന്ന ദേശീയ പ്രശ്നത്തിന് പരിഹാരമാവുകയും ചെയ്യും. ഇതെല്ലാം ഒരു കമ്പനിയുടെ പ്രൊഡക്ടിവിറ്റി വർദ്ധിക്കാനും കാരണമാകുന്നുണ്ട്. അതുവഴി ഉണ്ടാവുന്ന ലാഭം രാജ്യത്തിന്റെ സാമ്പത്തിക നേട്ടം ഇരട്ടിയാക്കും. ഒട്ടനവധി മൾട്ടിനാഷണൽ കമ്പനികൾ ഇന്ത്യയിൽ പ്രവർത്തനം നടത്തുന്നുണ്ട്. ഇവ കൂടാതെ മറ്റ് രാജ്യങ്ങളിലുള്ള കോർപ്പറേറ്റ് കമ്പനികളും നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ പ്രധാന ലക്ഷ്യം ഇൻവെസ്റ്റ്മെന്റ് നടത്തുക എന്നതാണ്. പുതുതായി പ്രവർത്തനമാരംഭിക്കുന്ന ഓരോ കമ്പനികളും വർഷം കഴിയും തോറും മികച്ച പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നത്. വളരെ ചെറിയ കമ്പനി ആയിരുന്നാൽ കൂടിയും മികച്ച സ്ട്രാറ്റജികളും വർക്കിംഗ് കേപ്പബിലിറ്റിയും ഉണ്ടെന്ന് തോന്നിയാൽ അവയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇത്തരം മൾട്ടിനാഷണൽ കമ്പനികൾ തയ്യാറാണ്. ഇത് മനസ്സിലാക്കാനായി ചെറിയ ഒരു ഉദാഹരണം പറയാം. ലോകത്തിലെ മികച്ച ടെക് കമ്പനിയാണ് എക്സെഞ്ചർ. കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ $1.35 മില്യൺ മൂല്യമുള്ള ബിസിനസ്സാണ് അവർ രാജ്യത്തിന് നൽകിയത്. ഇവയെല്ലാം തന്നെ പുതിയ സ്റ്റാർട്ടപ്പുകളെ ലക്ഷ്യം വെച്ചുള്ളത് ആയിരുന്നു. ഇന്ത്യൻ വിപണിയെ കൂടാതെ ഇന്റർനാഷണൽ മാർക്കറ്റിൽ പോലും കാര്യമായ സ്വാധീനമുണ്ടാക്കാൻ
ഈ സ്റ്റാർട്ടപ്പ് കമ്പനികൾക്ക് സാധിക്കുകയും ചെയ്തു. മറ്റൊരു പ്രധാന ഗുണം റിസർച്ചിനും ഡെവലപ്മെന്റിനുമുള്ള സാധ്യതകൾ തുറക്കുന്നു എന്നതാണ്. വർഷത്തിൽ നിരവധി ഇനിഷ്യേറ്റീവുകളാണ് R&D സെക്ടറിനായി സർക്കാരിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്നത്. പുതുപുത്തൻ ചിന്തകൾക്കൊപ്പം സാങ്കേതിക മികവ് കൂടി ചേരുമ്പോൾ ഉയർന്ന വളർച്ചയുണ്ടാക്കാൻ സാധിക്കും. ചില കമ്പനികൾ അവരുടെ നീണ്ട നാളത്തെ വളർച്ച മുന്നിൽ കണ്ടുകൊണ്ട് സ്വന്തമായി R&D വിങ്ങുകളും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഇന്ത്യയുടെ പുരോഗതിയെയാണ് സൂചിപ്പിക്കുന്നത്. പ്രായഭേദമന്യേ സർക്കാർ നടത്തുന്ന സ്റ്റാർട്ടപ്പ് ഫെസ്റ്റുകൾ വിദ്യാർത്ഥികൾക്കും പുതിയ അവസരങ്ങൾ നൽകുന്നു. പുതുതലമുറ നൽകുന്ന പല ഐഡിയകളുമാണ് ഇന്ന് മികച്ച സ്റ്റാർട്ടപ്പുകളായി മാറുന്നത്. അതിനുവേണ്ടിയാണ് അക്കാഡമിക് തലത്തിൽ തന്നെ അവർക്ക് റിസർച്ചിനായുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഇതും ബിസിനസ് മേഖലയുടെ വളർച്ച കൊണ്ട് രാജ്യത്തിന് ഉണ്ടായ ഒരു പ്രധാന നേട്ടമായി കണക്കാക്കാം. കുഞ്ഞായിരിക്കുമ്പോൾ നമ്മൾ നടുന്ന മരമാണ് വളർന്ന് വലുതാകുമ്പോൾ തണൽ തരുന്നത്. അതുപോലെ പ്രസന്റ് മൊമെന്റിൽ ആരംഭിക്കുന്ന സ്റ്റാർട്ടപ്പുകൾ നാളത്തേക്കുള്ള ലാഭമുണ്ടാക്കി തുടങ്ങുന്നു. ഇത് സ്വാഭാവികമായും രാജ്യത്തിന്റെ GDP ഗ്രോത്തിനെയും സ്വാധീനിക്കും. 2024 ആകുമ്പോഴേക്കും ഉയർന്ന GDP റേറ്റുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം ഒന്നാമതെത്തും എന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. ഇതുവഴി രാജ്യത്തിന്റെ സാമ്പത്തിക ശേഷി വർദ്ധിക്കും. അങ്ങനെയെങ്കിൽ പുതിയ സ്റ്റാർട്ടപ്പ് പരിപോഷിപ്പിക്കാനുള്ള പദ്ധതികൾ വീണ്ടും തയ്യാറാക്കാൻ സാധിക്കും. ഇത് തുടർന്നും GDPയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ സംഭാവനകൾ നൽകുകയും ചെയ്യും. ഇത്തരം ഗുണങ്ങളാണ് ബിസിനസ് വളരുന്നത് വഴി നമ്മുടെ രാജ്യത്തിന് ലഭിക്കുന്നത്. അവയിൽ ഒരു ഭാഗമാവാൻ ചിലപ്പോൾ നിങ്ങളുടെ സ്റ്റാർട്ടപ്പുകൾക്കും സാധിച്ചേക്കാം. അതുകൊണ്ട് ഒട്ടും വൈകിക്കാതെ പുതിയ ബിസിനസ് തുടങ്ങാനുള്ള പ്ലാനിംഗ് ആരംഭിച്ചോളൂ. അതുവഴി മികച്ച സാമ്പത്തിക നേട്ടം ഉണ്ടാകട്ടെ എന്നാശംസിച്ചുകൊണ്ട് ഈ അധ്യായം അവസാനിപ്പിക്കുന്നു. ലോകത്തെ എല്ലാ ബിസിനസ്സുകാരുടെയും വിജയത്തിന് പിന്നിൽ നീണ്ട നാളത്തെ അധ്വാനത്തിന്റെ കഥയുണ്ട്. ഇന്ന് അവർ നമുക്ക് മുൻപിൽ ചിരിച്ചു നിൽക്കുന്നതിന് കാരണം ജീവിതത്തിന്റെ കൈപ്പേറിയ നിമിഷങ്ങളിലൂടെ കടന്നു പോയതുകൊണ്ടാണ്. ബിസിനസ് ചെയ്യുന്നവരെ പറ്റി പൊതുവെ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? അവരെപ്പോഴും നെഗറ്റീവ് ചിന്തകൾ കൂടുതലുള്ള ആളായിരിക്കും എന്നതാണ് അത്. ഒരു പരിധിവരെ ഈ സംഭവം സത്യമാണ്. കാരണം ഏതൊരു ബിസിനസ് മാനും അവരുടെ ഐഡിയകൾ എങ്ങനെ സക്സസ് ആക്കാം എന്ന് ചിന്തിക്കുന്നതോടൊപ്പം ഏതൊക്കെ രീതിയിൽ നഷ്ടം വരാമെന്നും പ്ലാൻ ചെയ്യുന്നവരാണ്. എങ്കിൽ മാത്രമേ അത്തരം സാഹചര്യങ്ങളെ തടയാനുള്ള വഴികളും കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. ഫെയിലിയർ ഇസ് ദ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ഇൻ ടു സക്സസ് എന്ന് കേട്ടിട്ടില്ലേ? പ്രശസ്തനായ ശാസ്ത്രജ്ഞൻ തോമസ് എഡിസന്റെ വാക്കുകളാണ് ഇത്. ജീവിതത്തിൽ എത്ര തവണ തോറ്റുപോയാലും അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ടു പോകാൻ കഴിയണം എന്നാണ് വാക്യത്തിന്റെ പൊരുൾ. ബിസിനസ്സുകാരുടെ ജീവിതത്തെ സംബന്ധിച്ചും ഈ വാക്കുകൾ വിലപ്പെട്ടതാണ്. പലതവണ പരാജയത്തിലൂടെ കടന്നു പോയിട്ടായിരിക്കും ഒടുവിൽ വിജയം അവരെ തേടിയെത്തുന്നത്. അത്തരത്തിൽ ജീവിത വിജയം നേടിയ ചില ബിസിനസ് പേഴ്സൺസിനെ പറ്റിയാണ് നിങ്ങൾ ഈ അധ്യായത്തിലൂടെ അറിയാൻ പോകുന്നത്. പ്രശസ്തയായ ഇംഗ്ലീഷ് സാഹിത്യകാരിയാണ് മേരി ബെത്ത് ഹൈലൻഡ്. മികച്ച ഓഫീസ് എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനായി ചുറ്റിലുമുള്ള ആളുകൾക്ക് വർക്ക്ഷോപ്പ് സംഘടിപ്പിക്കുന്ന അവരുടെ കമ്പനിയാണ് സ്പാർക്ക് വിഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. മുതലാളിമാർക്കും തൊഴിലാളികൾക്കും ഇടയിലുള്ള അന്തരം കുറച്ചുകൊണ്ടുവന്ന് ഫ്രണ്ട്ലിയായ ഒരു അന്തരീക്ഷം തയ്യാറാക്കാനായി സ്പാർക്ക് വിഷൻ വിവിധ കൗൺസിലിംഗ് പരിപാടികൾ കണ്ടക്ട് ചെയ്യുന്നു. തന്റെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്ന അബ്യൂസുകൾക്ക് ശേഷമാണ് ഇങ്ങനെയൊരു കമ്പനി തുടങ്ങാനുള്ള ഐഡിയയെപ്പറ്റി മേരി ചിന്തിക്കുന്നത്. ഒപ്പം ആ അനുഭവങ്ങളെ തന്റെ ബിസിനസ് വിജയിക്കാൻ കാരണമായ ഒരു മോട്ടിവേഷണൽ ഫാക്ടറായും അവർ കണക്കാക്കുന്നു. ജീവിതത്തിൽ എന്ത് ദുരന്തം സംഭവിച്ചാലും അതിനെ തരണം ചെയ്ത് മുന്നോട്ടു പോവുക എന്നതാണ് ഇതിൽ നിന്നും ലഭിക്കുന്ന സന്ദേശം. എങ്കിൽ മാത്രമേ സക്സസ്ഫുൾ ആവാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ എല്ലാവരും ഇന്ന് നിത്യജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുന്ന ഒരു ആപ്ലിക്കേഷനാണ് സൂം. ഓഫീസ് മീറ്റിംഗ് നടത്താനും ഓൺലൈൻ ക്ലാസുകൾ കണ്ടക്ട് ചെയ്യാനും
ഇവ വളരെയധികം ഫലപ്രദമാണ്. എറിക് യുവാൻ എന്ന ചൈനീസ് ബിസിനസ്സുകാരനാണ് ഈ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്നത്. അതിന് പിന്നിൽ അദ്ദേഹത്തെ സ്വാധീനിച്ച ഒരു ജീവിതാനുഭവമുണ്ട്. ഇന്റർനെറ്റ് ബൂമിന്റെ തുടക്കങ്ങളിലാണ് യുവാൻ തന്റെ സ്വന്തം നാട്ടിൽ നിന്നും ജോലിക്കായി യുഎസിലേക്ക് എത്തുന്നത്. പക്ഷേ അതിനായി വളരെയധികം കഷ്ടപ്പെടേണ്ടി വന്നു. 8 തവണ വിസയ്ക്കായി അപ്ലൈ ചെയ്തിട്ടും റിജക്റ്റ് ചെയ്യപ്പെട്ടു. ഒടുവിൽ 9ാം തവണത്തെ ശ്രമത്തിന് ശേഷമാണ് വിസ അനുവദിക്കുന്നത്. ഏകദേശം 2 വർഷത്തോളം നീണ്ടുനിന്ന പ്രൊസീജിയേഴ്സ്. ഈ അനുഭവത്തിൽ നിന്നുമുള്ള ഒരു പാഠമെന്നോണം ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിന്റെ ബുദ്ധിമുട്ട് അവസാനിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് സൂമിന്റെ കണ്ടുപിടുത്തത്തിലേക്ക് എത്തുന്നത്. തന്റെ സ്വപ്നമായാണ് അദ്ദേഹം ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഇന്ന് 7 ലക്ഷത്തിലധികം കമ്പനികളാണ് അവരുടെ ജോലി ആവശ്യങ്ങൾക്കായി സൂം ആപ്ലിക്കേഷൻ ഉപയോഗപ്പെടുത്തുന്നത്. തന്റെ ജീവിതത്തിലൂടെ അദ്ദേഹം ലോകത്തിന് നൽകുന്ന സന്ദേശം ഇതാണ്: ഒരു കാര്യം പൂർത്തിയാക്കാനായി നമ്മൾ എത്രമാത്രം കഷ്ടപ്പെടുന്നുവോ, അല്പം വൈകിയാണെങ്കിലും അതിനുള്ള ഫലം ലഭിക്കുമെന്നത് തീർച്ചയാണ്. പലരുടെയും ജീവിതം പെട്ടെന്ന് മാറിമറയാറുണ്ട്. ഉദാഹരണത്തിന്, നിങ്ങൾ പഠിച്ച വിഷയവുമായി ബന്ധപ്പെട്ട ജോലി തന്നെ ചെയ്യണം എന്ന് നിർബന്ധമില്ലല്ലോ. ചിലപ്പോൾ വലുതാവുന്നതിനനുസരിച്ച് താൽപ്പര്യങ്ങളിൽ വ്യത്യാസം വരാം. അത്തരത്തിൽ ഒരു കഥയാണ് ആലീറ്റ ടർച്ചുറോ എന്ന ബിസിനസ് വുമണിന്റേത്. ഫാഷൻ ടെക്നോളജിയിലായിരുന്നു ബിരുദം പൂർത്തിയാക്കിയത്. ശേഷം മറ്റൊരു കോളേജിൽ നിന്നും റിയൽ എസ്റ്റേറ്റിൽ ലൈസൻസും എടുത്തു. പക്ഷേ ജീവിതം ആരംഭിച്ചത് നൈറ്റ് ഔൾ ക്ലീനിംഗ് സർവീസസ് എന്ന കമ്പനിയോടെയാണ്. പ്രധാനമായും കൊമേഴ്ഷ്യൽ ക്ലീനിംഗ് എന്ന സർവീസാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. 2004 തന്റെ ബിസിനസ് സംരംഭത്തിന്റെ നേട്ടത്തിലൂടെ ബിസിനസ് വുമൻ ഓഫ് ദ ഇയർ പുരസ്കാരവും ലഭിച്ചു. ജീവിതത്തിൽ എപ്പോഴും പുതിയ പോസിബിലിറ്റികൾ കണ്ടെത്തി വിജയിക്കുക എന്നതാണ് തന്റെ ജീവിതത്തിലൂടെ അവർ നൽകുന്ന സന്ദേശം. ഗുരു എന്ന പേരുള്ള ഒരു ഓൺലൈൻ ആപ്ലിക്കേഷനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ബേസിക് റീഡിംഗ്, റൈറ്റിംഗ് സ്കിൽസ് മുതൽ വിവിധ തരം വിഷയങ്ങൾ പഠിക്കാനായി ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇത്. സ്കോട്ട് ലീ എന്ന ബിസിനസ്മാനാണ് ഇതിന് പിന്നിൽ. ഇത്തരം ഒരു ബിസിനസ് ഐഡിയയിലേക്ക് എത്തുന്നതിന് മുൻപ് വേറെയും കമ്പനികൾ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തിരുന്നു. പക്ഷേ അവയെ ഒന്നും തന്നെ വിജയത്തിലെത്തിക്കാൻ കഴിഞ്ഞില്ല. ഒടുവിൽ ഗുരു എന്ന ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തത് അദ്ദേഹത്തിന്റെ ജീവിതത്തിന് പുതിയ വെളിച്ചമേകി. പല വഴികളിലൂടെ കടന്നുപോയതിന് ശേഷമായിരിക്കും യഥാർത്ഥ വഴി ഏതാണ് എന്ന കാര്യത്തെപ്പറ്റി നമ്മൾ തിരിച്ചറിയുന്നത്. പക്ഷേ ക്ഷമയോടെ അതിനായുള്ള ഊഴം കാത്തുനിന്നാൽ മാത്രമേ വിജയം നമ്മളെ തേടിയെത്തൂ. ഇതാണ് അദ്ദേഹം തന്റെ ജീവിതത്തിലൂടെ നൽകുന്ന സന്ദേശം. ഇപ്പോൾ നിങ്ങൾക്കൊരു സംശയമുണ്ടായേക്കാം, ഇത്തരം അനുഭവങ്ങളും ബിസിനസ് പ്രിവിലേജസും തമ്മിൽ എന്താണ് ബന്ധമെന്ന്. പക്ഷേ ഒന്നിരുത്തി ചിന്തിച്ചാൽ എളുപ്പത്തിൽ ഉത്തരം ലഭിക്കും. ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നതിലൂടെ മാത്രമേ മുൻപ് സൂചിപ്പിച്ചതുപോലുള്ള സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയുള്ളൂ. അതുവഴി വലിയ പാഠങ്ങൾ പഠിക്കാൻ കഴിയും. ജീവിതത്തിലെ മറ്റ് ഏത് സന്ദർഭങ്ങളെയും നേരിടാൻ ഈ ധൈര്യം തന്നെ ധാരാളമാണ്. ഇത് ബിസിനസ് മേഖലയിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ പ്രിവിലേജാണ്. ഇതോടൊപ്പം മുൻപത്തെ അധ്യായങ്ങളിലൂടെ സൂചിപ്പിച്ച പല ഗുണങ്ങളും നിങ്ങൾക്ക് ഉപയോഗപ്രദമാകും എന്ന വിശ്വാസത്തോടെ അധ്യായങ്ങളെല്ലാം അവസാനിപ്പിക്കുന്നു.